ഹലോ ഡിയർ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാണാൻ ശ്രമിക്കുക. എൻ്റെ കുറച്ച് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഇപ്പം ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാം. എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം എൻ്റെ വീട്ടുകാരെ കുറിച്ച് തുടങ്ങാം. എനിക്ക് വീട്ടില് അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനും ഞാനും, ഞങ്ങൾ 5 പേരായിരുന്നു വീട്ടില്. ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളതായിരുന്നു. ആ വളരെ മനോഹരം എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ എല്ലാ സന്തോഷവും എൻ്റെ കൂടെ ദുഃഖവും തമാശകളും ഒക്കെ നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾ മിഡിൽ ക്ലാസ് അല്ല, അതിലും താഴെയായിരുന്നു ആ കാലത്ത്. ഇപ്പോൾ മിഡിൽ ക്ലാസ് ആണ്. അന്ന് അത്രയും താഴെ ആയിരുന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നു. കുട്ടികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ തൃപ്തരായിരുന്നു. അത് എവിടെന്നാന്ന് വെച്ചാൽ അമ്മയ്ക്ക് നെയ്ത്താണ് ജോലി. ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അച്ഛൻ KSRTC കണ്ടക്ടറായിരുന്നു. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇന്നും ശമ്പളം വലിയ കാര്യമായിട്ടില്ലാന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ അച്ഛൻ അങ്ങനെ പോകാൻ കുറച്ച് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്തും ഞങ്ങളുടെ കുട്ടിക്കാലം അടിപൊളിയായിരുന്നു. അതായത് ആ അടിസ്ഥാനം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഒരു സന്തോഷം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ അവസ്ഥകൾ, ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് വരാൻ ഞങ്ങൾക്ക് കിട്ടിയ ആ അടിത്തറ അത്രയും വാല്യുബിൾ ആണ്, അത്രയും സ്ട്രോങ് ആയിരുന്നു. എന്നാൽ ഞങ്ങളെ വളർത്തിയത് അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ അമ്മ അങ്ങനെയാണ്, അച്ഛൻ അങ്ങനെയാണ്. അച്ഛൻ ഒരുപാട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല വിഷമങ്ങളൊന്നും. ദേഷ്യപ്പെടും, എന്നാലും വിഷമിക്കും, ഒരുപാട് ചിരിക്കും. അതാണ് രണ്ടുപേരുടെയും പോസിറ്റീവ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ചിരിക്കും. ഇന്നും അതെ. ഇന്ന് അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കത് ആശ്വാസമാണ്. ഞങ്ങൾക്ക് 5 പേർക്കും അറിയാം അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന്. പുറത്തുനിന്ന് ഉള്ളവർ കാണുമ്പോൾ ചിരിക്കുന്ന സങ്കടത്തിൽ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾക്ക് അതേ ഉള്ളൂ ഒരു മാർഗം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ക്യാരക്ടറാണിത്. അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടെ അമ്മയും അച്ഛനും തന്നിരുന്നത്. അങ്ങനെ മനോഹരമായ ഒരു കുട്ടിക്കാലം അത് പോയി. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ സ്കൂളിൽ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നമുക്ക് സാധാരണ ഈ പേടി എന്നല്ലേ കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ സ്കൂളിൽ വരുന്നത്. അച്ഛനായാലും അമ്മയായാലും. അമ്മ അങ്ങനെ വരാറില്ല, അച്ഛനാണ് കൂടുതലും വരാറുള്ളത്. അപ്പൊ അച്ഛൻ വരുമ്പോൾ എനിക്കെന്തോ അഭിമാനമാണ്. അച്ഛൻ വരുമ്പോൾ ഞാൻ ഓടിക്കും. ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ഈ സൈൻ ചെയ്യാനാണല്ലോ വരുന്നത്. അപ്പൊ ടീച്ചേഴ്സ് പണ്ടൊന്നും അങ്ങനെ പരാതി കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും പറയില്ലെങ്കിലും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു വന്നപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, സംസാരമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് പേടിച്ചു. അപ്പൊ എന്നാൽ ഇതുവരെ അങ്ങനെ പരാതി കേട്ട് എനിക്കറിയില്ല, അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ, അച്ഛൻ എന്ത് പറയും. ഉടനെ അച്ഛൻ തിരിച്ചു പറഞ്ഞു, ആ കുട്ടികളല്ലേ, ചിരിക്കട്ടെ, ഇപ്പൊ ചിരിക്കാനല്ലാതെ പിന്നെ ഇപ്പൊ ചിരിക്കാനോ, സംസാരിച്ച് ചിരിക്കും എന്നാണ് ടീച്ചർ പറഞ്ഞു. എനിക്ക് അപ്പൊ കിട്ടിയ ഒരു ധൈര്യമുണ്ട്. എൻ്റെ അമ്മ അഹങ്കാരമല്ല, പക്ഷെ കുട്ടികൾക്കത് ആവശ്യമാണ്, അങ്ങനെ ഒരു സപ്പോർട്ട്. ചില ചില പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ വന്ന് ടീച്ചർ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയാണ് ക്ലാസ്സിലിരിക്കുന്നതെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം ആ വിഷയമേ പറഞ്ഞിട്ടില്ല. അതൊരു കാര്യം. പക്ഷെ അവിടെ വെച്ച് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ടീച്ചേഴ്സും പിന്നെ ഒന്നും പറഞ്ഞില്ല. എനിക്കത് ഭയങ്കര മിണ്ടാതെ നിന്ന് എനിക്ക് ഭയങ്കര അച്ഛനോട് വീണ്ടും വീണ്ടും സ്നേഹം തോന്നി. അതൊരു എന്താണ്, ഒരു വീണ്ടും കുറ്റം ചെയ്യാനുള്ള ഒരു ഇതായിട്ടല്ല എടുക്കുന്നത്. നമുക്കത് മാറ്റും. കൂടെ നമുക്ക് എല്ലാവരും ഉണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. അങ്ങനെ കുറെ ഗുണങ്ങൾ അച്ഛന്റെ ഭാഗത്ത് നിന്ന്, അമ്മയുടെ ഭാഗത്ത് നിന്ന്. അമ്മയെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത്രയും നിഷ്കളങ്കയായ ഒരാളാണ് എൻ്റെ അമ്മ. അപ്പം അമ്മയും അച്ഛനെയും പറയാൻ നമ്മള് കുറച്ചൊക്കെ ഒന്ന് സെന്റിമെന്റലായി പോകല്ലേ. അതുപോലെ തന്നെയാണ് എനിക്കും നല്ല ഓർമ്മകളാണ്. പിന്നെ അച്ഛൻ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെ 3 പേരെയും പഠിപ്പിച്ചു. രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് 3 പേരും ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, പാസ്സായി. ഞങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിച്ചു. ചേച്ചിയുടെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷമാണ് എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ കല്യാണവും കഴിഞ്ഞു. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു വീട് വെക്കും. ഞാൻ ഇടയ്ക്ക് വീട് വെച്ചായിരുന്നു. വീടും വെച്ചു. പിന്നെ ഞങ്ങളുടെ 3 പേരുടെ കല്യാണം, ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടാകുക ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ചേട്ടൻ്റെയും കല്യാണം 2022 തോന്നുന്നു. 2021 തോന്നുന്നു ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞത്.
കഴിഞ്ഞു. അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ലൈഫ് എല്ലാം ഓക്കെ ആയി. ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവരുടെ രണ്ടുപേരും സ്വപ്നങ്ങൾക്ക് ഒരു അറുതി വന്നു എന്നാണ് ഇപ്പം. അവരുടെ സ്വപ്നങ്ങൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അച്ഛന് സുഖമില്ലാതെ ആവുന്നു. അപ്പൊ തൊട്ട് ആ സമയം തൊട്ട് സുഖമില്ലാതെയായി. പിന്നെ ഞങ്ങൾക്ക് ദുഃഖമായിരുന്നു. കുറെ നാള് കുറച്ച് നാൾ ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചു. അച്ഛന് അസുഖം കൂടി. എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു 2-2.5 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി. എന്റെ ചേട്ടനെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് അവൻ ഗൾഫിലായിരുന്നു കേട്ടോ. നാട്ടിൽ വന്ന് വിവാഹം കഴിഞ്ഞ് അതിന്റെ പച്ചപ്പിലൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ. ആ സ്വപ്നങ്ങളാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന അച്ഛന്റെ മരണം, വിവാഹവും മരണവും ഒന്നിച്ച് നാട്ടിൽ നിന്ന് അനുഭവിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഭയങ്കര ദുഃഖകരമാണ്. ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾക്കും അത് ഒരുപാട് സങ്കടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ കുറെ ഞങ്ങൾക്കും അതെ, ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും അച്ഛൻ ഇല്ലാത്ത ദുഃഖം ഇന്ന് ഞങ്ങൾ അലട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോ അച്ഛനും അമ്മയും എല്ലാം ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അച്ഛനും അമ്മയും എല്ലാം അമ്മയാണ് ഞങ്ങൾക്ക്. അച്ഛൻ പോയതിനു ശേഷം ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ട് എനിക്ക് ഓർമ്മയില്ല. ദേഷ്യപ്പെട്ട് സംസാരിച്ച് എനിക്ക് ഓർമ്മയില്ല. കാരണം ഒരാള് നമ്മുടെ ജീവിതത്തിൽ പോകുമ്പോഴാണ് എത്രയായിരുന്നോ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. അച്ഛനുള്ള സമയത്തൊക്കെ ഞാൻ അച്ഛൻ്റെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അമ്മയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അവര് നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ കുട്ടികളല്ല, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ദേഷ്യപ്പെട്ടിരുന്നാലും വീണ്ടും പെട്ടെന്ന് വന്നാലും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ അമ്മയോട് ഇന്നും വരെ ദേഷ്യപ്പെട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായത് അതിനുശേഷമാണ്. നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്ന ഒരു അവസ്ഥയാണത്. നിങ്ങളും അച്ഛനും അമ്മയും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കുക. കാരണം എന്തറിയോ, നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖിക്കും. ജീവിച്ചിരിക്കുന്ന സമയം നമുക്ക് കൊടുക്കാനുള്ള സ്നേഹം എല്ലാം അവർക്ക് കൊടുത്ത് നമ്മുടെ മനസ്സിലുള്ള സ്നേഹം മൊത്തം അവരുടെ കാൽക്കീഴിൽ സമർപ്പിക്കാനും. നമ്മളെ കുഞ്ഞായിരുന്നപ്പോൾ അത്രയും സ്നേഹത്തോട് നമ്മൾ നോക്കിയതില്ല. നമ്മൾ അതിന്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് നമ്മൾ സ്നേഹിക്കുക. ഒരു വാക്കുകൊണ്ട് പോലും നോക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ജീവനാണ്. അച്ഛൻ അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു പകുതി നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിന്റെ. ഇപ്പൊ ഇനിയുണ്ട്, എനിക്കിപ്പം 29 വയസ്സ് കഴിഞ്ഞു, ഇനിയും ജീവിതമുണ്ട്. എന്നാലും ഇപ്പൊ പുതിയ പുതിയ സംഭവങ്ങളിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടക്കും. എന്നാലും ഒരുപാട് സ്വപ്നങ്ങൾ നടന്നാലും അതിന്റെ ഒരു 100% നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. എപ്പോഴും ഈ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതാണ് ഈ അമ്മയുടെ അച്ഛൻ്റെയും സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ കുറച്ചു എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആ സ്നേഹത്തിനെ കുറിച്ചും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്കും അതറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം അവരേ ഉള്ളൂ, അവർക്ക് പകരമായിട്ട് അവർ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. അവരുള്ള കാലം അവരെ സന്തോഷിപ്പിച്ച് അവരിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടി മനോഹരമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ഇനി അടുത്ത് ഞാൻ പറയാവുന്ന എൻ്റെ വിവാഹം അതെങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. ഞാൻ പ്രണയ വിവാഹമായിരുന്നു കേട്ടോ. ഞാൻ വിഘ്നേഷിനെ പരിചയപ്പെടുന്നത് 2011-ലാണ്. അതായത് ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ ആ സ്കൂളിൽ വരുന്നത്. അന്ന് തൊട്ടുള്ള പരിചയമാണ്. പക്ഷെ ഞങ്ങൾ പ്രണയത്തിലാവുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഒക്കെയാണ് ഞങ്ങൾ പ്രണയത്തിലാവുന്നത്. അതായത് കുറച്ച് ട്രാജഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഇത് മതി. കുറച്ച് ഇടയ്ക്ക് കുറച്ച് ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ദൈവത്തിനെ വിളിച്ചിരുന്നു, ദൈവമേ എനിക്ക് ശക്തി തരാൻ. ഞാൻ അത്രയും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തോ കുറച്ച് കാലം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് എനിക്കായിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ വന്നു തിരിച്ചു. ഞങ്ങൾ വീണ്ടും അത് പ്രൊസീഡ് ചെയ്തു. വീട്ടിൽ പറഞ്ഞു. അച്ഛനും ഇന്റർ കാസ്റ്റ് ആണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇന്റർ കാസ്റ്റ് മാരേജ് ആണ്. അപ്പോൾ അച്ഛൻ സ്ട്രിക്റ്റ് ആണ്, എന്നാലും സ്നേഹമുള്ള സ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അഭിമാനമാണ് അച്ഛൻ്റെ ആ ക്യാരക്ടർ. ആ സ്ട്രിക്ട്നെസ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ സ്ട്രിക്റ്റ് ആണെങ്കിൽ അതാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അമ്മയോട് ഇങ്ങനെയുള്ള പ്രണയം കാര്യങ്ങളൊക്കെ അമ്മയോടാണ് പറയുന്നത്. അപ്പൊ അമ്മ നേരെ അച്ഛൻ്റെ അടുത്ത്. അമ്മയ്ക്ക് പേടിയൊന്നുമില്ല അച്ഛനോട് പറയാം. അവർ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും അച്ഛനെ അറിയിക്കും. അച്ഛൻ തന്നെയാണ് ഫൈനൽ ഡിസിഷൻ. അമ്മ അങ്ങോട്ട് അച്ഛന് പറയും ഇങ്ങനെയല്ലേ ഇങ്ങനെ അങ്ങനെ. രണ്ടുപേരും തമ്മിൽ തുല്യമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കാര്യത്തിലൊക്കെ.
അപ്പോൾ അമ്മ പോയി അറിയിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു വരാൻ പറഞ്ഞു നോക്കട്ടെ, അങ്ങനെ പറഞ്ഞു. അവര് വന്നു. അച്ഛന് എന്റെ ഇഷ്ടമല്ലേ, അപ്പൊ ഇപ്പൊ എങ്ങനെയാണെങ്കിലും അവർക്ക് അത് സെക്കൻഡറി ആണ്, അവരുടെ തീരുമാനം. എന്റെ ഇഷ്ടമാണ്. അതിപ്പോ ആരാണെങ്കിലും അച്ഛൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സമ്മതിക്കും. കാരണം അച്ഛന് നല്ലപോലെ അറിയാം ജീവിതത്തില് പരസ്പരം ഇഷ്ടം ആയിട്ട് ജീവിക്കുന്നതും ഇഷ്ടമില്ലാതെ ജീവിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അച്ഛൻ കുറച്ച് താമസിച്ച് വിവാഹ ജീവിതം തുടങ്ങിയ ആളാണ്. തേർട്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വിവാഹത്തിലോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടത്തിന് കൃത്യമായ സമയത്ത് വിവാഹത്തിൽ കയറട്ടെ എന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ വളരെ മനോഹരമായിട്ട് വിവാഹം കഴിച്ചു. 2018 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ഒരു മോളുണ്ട്. അവൾക്ക് 4 വയസ്സ് കഴിഞ്ഞു. ആള് സ്കൂളിൽ കയറാൻ പോവുകയാണ് അടുത്ത ജൂൺ അടുത്ത മാസം തൊട്ട്. അതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി. പുള്ളിക്കാരൻ പ്രൈവറ്റ് ജോബാണ്. ഞങ്ങൾ സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത്. എൻ്റെ വീടിനടുത്തായിട്ട് ഞങ്ങൾ റെന്റൽ ഹോമിലാണ് താമസിക്കുന്നത്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കുഞ്ഞു ഫാമിലി. അത് എൻ്റെ സ്വന്തം ഫാമിലി. പുള്ളിക്കാരൻ്റെ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി, അമ്മ, അനിയൻ, അനിയൻ്റെ ഫാമിലി, അച്ഛൻ. എൻ്റെ അച്ഛന് എനിക്ക് നഷ്ടപ്പെടുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടിരുന്നു. അച്ഛനും സുഖമില്ലാതിരുന്നു. രണ്ടുപേരും വളരെ അടുത്താണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലും ഒരു ബിഗ് പോയിന്റ് ഞങ്ങൾക്കും അടുത്തടുത്തായിരുന്നു. അപ്പൊ ആദ്യ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ പോയ സമയത്ത് എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എൻ്റെതും കൂടെ പോയ സമയത്ത് എനിക്കും പറ്റുന്നില്ല, ഇങ്ങോട്ടും പറ്റുന്നില്ല. ഞങ്ങൾ അത് മനഃപൂർവ്വം മറന്നു കളയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. ഞങ്ങളത് മറന്നു. അങ്ങനെയാണ് ഇപ്പൊ അമ്മയോട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, മറക്കുക, മറന്നേ പറ്റത്തുള്ളൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മൾ മറക്കും, മനുഷ്യരല്ലേ. നമ്മൾ മറ്റുള്ളവരോട് പറയൂ നമ്മൾ അയ്യോ അച്ഛൻ പോയി, നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അതൊരു വലിയ സത്യമാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ ജീവിതത്തിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ വലിയ നഷ്ടങ്ങൾ ഇപ്പുറത്തുണ്ട്. ഒരു ഭാഗത്ത് സന്തോഷവും ഒരു ഭാഗത്ത് വലിയൊരു ഭാരമുണ്ട്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒരു ദുഃഖം ഇന്നും ഉണ്ട്. എന്നാലും ഞങ്ങൾ വിധിയെ തോൽപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.